ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ദാഹവും ക്ഷീണമൊക്കെ മാറാൻ പറ്റില്ല നല്ല കിടിലൻ ഡ്രിങ്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിതുവരെ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് പൂവമ്പഴം വെച്ചിട്ടാണ്. അപ്പോൾ ചെറുപഴം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വരാത്ത രീതിയിൽ നല്ല കിടിലൻ ടേസ്റ്റിൽ എങ്ങനെയാണ് ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. നോമ്പിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് പൂവമ്പഴം ഞാൻ എടുത്തിട്ടുള്ളൂ. കൂടുതൽ പഴം എടുക്കരുത്. കൂടുതൽ പഴം എടുത്താൽ പഴത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ വരിക. അപ്പോൾ പഴം കുറച്ച് മതി, പക്ഷേ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ 2 പൂവമ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വാനില എസൻസ് ആണ്. 1 ടീസ്പൂൺ വാനില എസൻസ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ചേർക്കുമ്പോൾ ഒരു ഐസ്ക്രീം ടേസ്റ്റിലുള്ള ഒരു ജ്യൂസായിട്ടാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏലക്കായ ചേർത്താലും മതി. വാനില എസൻസ് ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റി ആവും. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ ഇത് ചേർക്കുന്നുണ്ട്, കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. കണ്ടൻസ് മിൽക്ക് ചേർപ്പോൾ കണ്ടൻസ് മിൽക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര തന്നെ ചെയ്താൽ മതി. ഇനി ബാക്കിക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എത്രയാണോ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 3 4 5 6 7 ടേബിൾ സ്പൂൺ നമുക്ക് ചേർക്കാം. ഞാൻ കുറച്ച് ലൂസിലാണ് ഉണ്ടാക്കുന്നത്. ടൈറ്റിൽ ഉണ്ടാക്കിയ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസിലാണ് നമ്മൾ ഇപ്പം നോമ്പിനൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ലൂസിലാവുമ്പോഴേ നമുക്ക് ദാഹമൊക്കെ മാറുന്നതാണ് ക്ഷീണം. അപ്പം അങ്ങനെ രീതിയിലുള്ള ഇതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് മധുരം ചേർത്തതിന് ശേഷം. എന്നിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. ഇപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും അരയൂലല്ലോ, കുറേ വെള്ളത്തിൽ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാനിതാ ഇതുപോലെ വലിയൊരു ഗ്ലാസ്സിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണ് വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പാലിനെ വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാൻ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ തിക്നെസ്സൊക്കെ നോക്കിയിട്ട് അപ്പോൾ അത് അത്യാവശ്യം ലൂസിലാണ് നമ്മളിത് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള കണ്ടൻസ് മിൽക്കും ഇതുപോലെ വാനില എസൻസൊക്കെ മിക്സ് ചെയ്യാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ മിക്സുകൾ യൂസ് ചെയ്തിട്ടും ചെറുപഴത്തിലേക്ക് ഇപ്പം പിസ്ത മിക്സ്, സ്ട്രോബെറി മിക്സ് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അടിക്കാം. പക്ഷേ അതിലാരൊക്കെ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടിയത്. ഇതുപോലെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്